നമസ്കാരം. ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. നോയമ്പില്ലത് ചിക്കൻ റോസ്റ്റ് എന്നല്ലേ, നോയമ്പൊക്കെ വിടാൻ പോകല്ലേ, അപ്പം നമുക്ക് ചിക്കൻ റോസ്റ്റ് ഇട്ടേക്കാം. അതിന് ഏകദേശം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനോളം ഉണ്ട്. മീഡിയം സൈസ് 2 സബോളയുണ്ട്, 2 തക്കാളിപ്പഴമുണ്ട്. ഇത് ഇഞ്ചിയുടെ പേസ്റ്റ് ഞാൻ ഐസ് ട്രേയിലാക്കി വെച്ചതാണ് നേരത്തെ ഇഞ്ചിയുള്ള സമയത്ത്. വെളുത്തുള്ളി ഇപ്പം ചതച്ചെടുത്തതാണ്. പച്ചമുളകുണ്ട്, കുറച്ച് പെരിഞ്ചീരകം ചതച്ചത്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചതച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി. നമുക്ക് ആദ്യമേ ഈ സബോളയും പച്ചമുളകും വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. വാടാൻ ഒരെളുപ്പം കിട്ടട്ടെ എന്ന് വരും. ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇടാം. പച്ചമുളകും വെളുത്തുള്ളി ഇട്ടു. തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടിടാം. സബോള ഒന്ന് വാടി കഴിഞ്ഞിട്ട് തക്കാളി ഇടാം. സബോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയും ചിക്കനൊക്കെ ഇടാം. നമ്മുടെ തക്കാളി സബോളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വഴന്ന് വരണം, എന്നാലേ നമുക്ക് അതിൻ്റെ കൂടെ നല്ല ചേർന്നിരിക്കത്തുള്ളൂ. ഇത് ഞാനിങ്ങനെ കോരിയെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് മസാല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളി ഇടണമെന്ന് നിർബന്ധമില്ല. ടൊമാറ്റോയുടെ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. ഒടുവിലാണെങ്കിൽ തക്കാളിയുടെ സോസ് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ കൈവശം സോസ് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ തക്കാളി അരിഞ്ഞിട്ടത്. ഇനി നമുക്കൊരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇവിടെ നമുക്ക് നമ്മുടെ മസാലകളെല്ലാം ഇടാം. മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. പെരിഞ്ചീരകം ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഗരം മസാല, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടു. ഇനി നമുക്ക് നന്നായി മൂപ്പിച്ചിട്ട് ചിക്കനും കൂടെ ഇട്ടൊന്ന് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വഴറ്റിയ തക്കാളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി സബോള വഴറ്റിയപ്പോൾ ഞാൻ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തായിരുന്നു അതിൻ്റെ കൂടെ. അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം ഒരു നിറം കിട്ടാനുമൊക്കെ 1/2 ടീസ്പൂൺ വീതം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റ് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ വഴറ്റിയ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി സബോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുത്താൽ അതുകൊണ്ട് ഇത് നോക്കിയിട്ട് ഇതിന് ഉപ്പ് ചേർത്താൽ മതി. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴറ്റിയത് ചേർത്താൽ മതി. ഒരു 5 മിനിറ്റ് നമ്മൾ മസാലയിട്ട് ചിക്കൻ വഴറ്റി അത് കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ചു. ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഏകദേശം ഇനി നമുക്ക് നമ്മുടെ വഴറ്റി വെച്ച സബോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കി വാങ്ങാൻ നേരത്തെ നമുക്ക് ഇച്ചിരി തരിതരിപ്പായിട്ട് പൊടിച്ച് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടണം. ഇടയ്ക്ക് നമ്മളൊന്ന് കുറച്ച് നേരം തുറന്നിടണം, അല്ലെങ്കിൽ ആ വെള്ളമൊന്ന് പറ്റി നമുക്ക് കുഴഞ്ഞിരിക്കണ്ടേ. കുറച്ച് ഗ്രേവി മതിയല്ലോ, റോസ്റ്റ് അല്ലേ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരല്പം കുരുമുളക് പൊടി വാങ്ങാൻ നേരത്തെ ചേർക്കാം. 1/2 ടീസ്പൂൺ മതി. അത് തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. തീരെ നൈസ് അത്ര സുഖമില്ല. ഈ കൂടെ ഞാനൊരു ചെറിയ ടിപ്പും കൂടെ പറയാം. ഇത് 1 മാസമായ മല്ലിയില. ഇപ്പം അത്ര ഫ്രഷല്ല, എങ്കിലും 2 ആഴ്ച ഗ്യാരണ്ടിയാണ്. ഇത് മല്ലിയില കൊണ്ടുവന്നപ്പോഴേ നന്നായിട്ട് വൃത്തിയാക്കി അതിലുള്ള കേടുപാടുള്ള മല്ലിയിലയെല്ലാം മാറ്റിയ ശേഷം കഴുകാതിരിക്കുന്നതാണ് നല്ലത്. കഴുകി വെച്ചാൽ ഇത്രയും ലാസ്റ്റ് ചെയ്യുകയില്ല. ഒരു ടിഷ്യൂ പേപ്പർ അടിയിലിട്ട് നല്ല ഒരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചതാണ്. 2 ആഴ്ച സുഖമായിട്ടിരിക്കും. ഇതിപ്പോൾ ഏകദേശം 1 മാസമായതാണ്, എങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തിടാം.
അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗീ റൈസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതെല്ലാത്തിൻ്റെയും കൂടി ചേരുന്ന കോമ്പിനേഷനാണ്. ബിരിയാണീൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.